ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ ഡ്യൂറ്റാണ് വണ്ടി. സെൽഫ് സ്റ്റാർട്ട് കംപ്ലൈൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്. കാരണം സെൽഫ് സ്റ്റാർട്ട് മാത്രമല്ല, ഡിസ്പ്ലേയിലൊന്നും വർക്കിംഗ് അല്ലായിരുന്നു. വണ്ടി കിക്കർ അടിച്ചിട്ടും സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല. അപ്പോൾ നിലവിൽ നമ്മൾ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് പറഞ്ഞ ഫ്യൂസ് പോയതാണ് മെയിനായിട്ട് ബാറ്ററി ലൈൻ പോകാൻ കാരണം. അപ്പോൾ ഞാൻ 2 ഫ്യൂസ്, ഇന്നത്തെ ഫ്യൂസ് ഉണ്ടായില്ല, ഒരു ഫ്യൂസ് നമുക്ക് മെയിൻ ലൈനിലേക്ക് കണക്ട് ചെയ്തിട്ട് ഒരു സെപ്പറേറ്റ് സ്പെയർ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ കീയുടെ ലൂസ് കോൺടാക്റ്റ് ഉണ്ടായിരുന്നു, അതാണ് കിക്കർ അടിച്ചിട്ടും വണ്ടി സ്റ്റാർട്ട് ആവാൻ ബുദ്ധിമുട്ട് കാണിച്ചിട്ടോ. അപ്പോൾ നിലവിൽ ഓക്കെ ആയിട്ടുണ്ട്. ഈ ഫ്യൂസ് പോകാമെന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ചില കേസിൽ ബൈ ചാൻസ് ഒക്കെ പോകാറുണ്ട്. ഇനി തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ഫ്യൂസ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കേണ്ടിവരും. ഞാൻ ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന ഭാഗത്തൊന്നും വേറെ പ്രോബ്ലം ഇല്ല. ഇനി വീണ്ടും ഫ്യൂസ് പോകുകയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും വയറിങ് എവിടെയെങ്കിലും ഷോർട്ടിങ് ഉണ്ടോ, എവിടെയെങ്കിലും ഷോർട്ട് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്സ് ഏതെങ്കിലും ഐറ്റംസ് എവിടെയെങ്കിലും ഷോർട്ടിങ് എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ എന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. ഇപ്പം നിലവിൽ ഫ്യൂസ് മാറ്റിയിട്ടിട്ടുണ്ട്, വണ്ടി എടുക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. റിപ്പീറ്റ് കംപ്ലൈൻറ്റ് കാണിക്കുകയാണെങ്കിൽ വിശദമായിട്ട് അത് ചെക്ക് ചെയ്യാനായിട്ട് വണ്ടി കയറ്റാം. അത് കറക്റ്റായിട്ട് നോക്കി എവിടെയാണ് പോരായ്മ എന്ന് വെച്ചാൽ അത് ക്ലിയർ ചെയ്ത് വിടാം, ഇനിയും ഫ്യൂസ് പോവുകയാണെങ്കിൽ കേട്ടോ.